ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ഇത് കോമൺലി യൂസ്ഡ് ടൂൾസ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഏതൊക്കെ ടൂൾസാണ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓർഗനൈസേഷൻ നീഡ് വെൽ ഓർഗനൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക് ടു സ്റ്റീൽ ചാലഞ്ചസ് ആൻഡ് ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഒരു ഓർഗനൈസേഷൻ ഒരു നല്ല ഡിസിഷൻ മേക്കിംഗ് എടുക്കണമെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ഫേസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റീസ് വേണമെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടൊരു ടൂൾസും ടെക്നിക്സും അത്യാവശ്യമാണ്. Effective decision making rely on various tools and techniques to gather information, analyze alternatives and make informed choices. ഒരു ഇൻഫർമേഷൻസ് ശേഖരിക്കാനും അത് ഓൾട്ടർനേറ്റീവ്സ് അനലൈസ് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള ചോയ്സ് സെലക്ട് ചെയ്യാനെല്ലാം ഇത് അത്യാവശ്യമാണ്. സം കോമൺലി യൂസ്ഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആർ ബ്രെയിൻ സ്റ്റോമിംഗ്, ഡിസിഷൻ ട്രീ അനാലിസിസ്, SWOT അനാലിസിസ്, പ്രോസ് ആൻഡ് കോസ് അനാലിസിസ്, പെസ്റ്റിൽ അനാലിസിസ് ആൻഡ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്. എന്താണ് ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക് നോക്കാം. ഫൈൻഡിങ് എ സൊല്യൂഷൻ ടു എ പെർട്ടിക്കുലർ പ്രോബ്ലം ഈസ് ഫ്രീക്വൻറ്റ്ലി അച്ചീവ് via brainstorming and collaborative creative practice. Brainstorming is a group of creativity technique that is often used to find a solution to specific problem. ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന് ഗ്രൂപ്പായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആളുകൾ ചേർന്നെടുക്കുന്ന, അതായത് അവരുടെ സ്വന്തം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വെച്ച് ചേർന്നെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്. ബൈ എൻകറേജിങ് ഓപ്പൺ ആൻഡ് ഫ്രീ ഫ്ലോയിങ് ഡിസ്കഷൻ, decision makers can explore a wide range of possibilities and identify innovative approaches to decision making. അതായത് അങ്ങനെ ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ആൾക്കാർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അതിൽ ഡിസ്കസ് ചെയ്യാനും അതിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് എടുക്കാം, ഇതെല്ലാം ഓപ്പൺ ആയിട്ടുള്ളൊരു ഡിസ്കഷനിലൂടെ സഹായിക്കുന്നു. ദിസ് ഈസ് ഡൺ ബൈ അലൗവിങ് ടീം മെമ്പേഴ്സ് ടു കോൺട്രിബ്യൂട്ട് ന്യൂ ഐഡിയ വിച്ച് ആർ ഗാതേർഡ് ആൻഡ് റെക്കോർഡിങ് ഫ്രീലി. അതായത് ഒരു ടീം മെമ്പേഴ്സിന്, അതായത് ഒരു ടീം ഉണ്ടാകുമ്പോൾ ആ ടീം മെമ്പേഴ്സിന് അവരുടേതായ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കൊടുക്കാനും ഫ്രീ ആയിട്ട് ഇടപഴകാനും സഹായിക്കുന്നു. ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ആർ യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് എ ഹാൻഡ്ഫുൾ ഓഫ് കോർ ടീം മെമ്പേഴ്സ് ആൻഡ് ടിപ്പിക്കലി ലീഡ് ബൈ എ ഡയറക്ടർ ഓർ ഫെസിലിറ്റേറ്റർ. അതായത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ അതിനൊരു ഫെസിലിറ്റേറ്റർ ഉണ്ടാവും. അവരുടെ കീഴിൽ ബാക്കി എല്ലാ മെമ്പേഴ്സും തമ്മിലുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷനും തീരുമാനത്തിനെയാണ് ഈ ഒരു ടെക്നിക്കിലൂടെ യൂസ് ചെയ്യുന്നത്. മോഡേൺ ഫിലിംസ് ആർ നൗ യൂസിങ് ഡിജിറ്റൽ ബ്രെയിൻ സ്റ്റോമിംഗ് ടൂൾസ് ടു ആക്സിലറേറ്റ് ആൻഡ് പ്രോസസ് ആൻഡ് മേക്ക് റിവ്യൂ സ്റ്റേജസ് ഫോർ മോർ എഫിഷ്യൻറ്റ്. ഇതിൽ റൂൾസ് റിലേറ്റഡ് ടു ബ്രെയിൻ സ്റ്റോമിംഗ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് റൂൾസ് എന്ന് നോക്കാം. എവരിവൺ മസ്റ്റ് ഒബ്സർവ് ദ ഫോളോയിങ് റൂൾസ് ആൻഡ് ഹാവ് സമ്മൺ ആക്ടിങ് ആസ് ഫെസിലിറ്റേറ്റർ. ഫസ്റ്റ് വൺ, സെറ്റ് എ ടൈം ലിമിറ്റ്. അതായത് ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക. ബൈ കൺസിഡറിങ് പ്രോബ്ലംസ് കോംപ്ലക്സിറ്റി 15 to 60 minutes ഈസ് സ്റ്റാൻഡേർഡ് ടൈം. ബിഗിൻ വിത്ത് എ ടാർഗറ്റ് പ്രോബ്ലം ഓർ ബ്രീഫ്. മെമ്പേഴ്സ് ഷുഡ് അപ്രോച്ച് ദിസ് ഷാർപ്ലി, ഡിഫൈൻ ക്വസ്റ്റ്യൻ, പ്ലാൻ ഓർ ഗോൾ ആൻഡ് സ്റ്റേ ഓൺ ടോപ്പിക്. Return from judgment or criticism. No one should be negative, including via body language, about any idea. Encourage strange and wild ideas. Everyone feel free to reveal ideas when it is an open discussion in the group. അതൊരു ഓപ്പൺ ഡിസ്കഷൻ ആയതുകൊണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് തുറന്നു പറയാനും ഒരു മടിയും കൂടാതെ ഡിസ്കസ് ചെയ്യാനും സാധിക്കുന്നു. അതൊക്കെയാണ് അതിൻ്റെ റൂൾസ്. എയിം ഫോർ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി ബ്രീഡ്സ് ക്വാളിറ്റി. ദിസ് മീൻസ് മോർ ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ഓൺ quantity of fresh ideas built on other idea. It is a process of association where members expand on other notions and reach new insight, allowing this idea to generate their own. Keep on visual. Diagrams and posts help to bring the idea life and think in different ways. Allow one conversation at a time. One person is allowed to talk at present is the idea.
ഇറ്റ് ഈസ് ടു ഷോ റെസ്പെക്ട് ടു എവറി വൺസ് ഐഡിയ. അതായത് ഒരു ടൈമിൽ ഒരാൾ മാത്രം സംസാരിക്കാതെ എല്ലാവർക്കും അവസരം കൊടുക്കാനും, അതായത് ഇതൊക്കെ അതിൻ്റെ റൂൾസാണ്. ഈ റൂൾസ് എല്ലാം ഇതിൽ പങ്കെടുക്കുന്നവർ ഫോളോ ചെയ്യണം. ടു അറൈവ് ആൻഡ് കോൺസെൻട്രേറ്റ് റിസർച്ച് ഇറ്റ്സ് എസെൻഷ്യൽ ടു കീപ്പ് ഓൺ ട്രാക്ക് ദിസ് വേ ആൻഡ് ഷോ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനറേറ്റിംഗ് varied and creative idea. Brainstorming encourages participants to contribute creative idea around a specific problem. അതായത് ഇങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി നമുക്ക് ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന് പലതരത്തിലുള്ള ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് എൻഷുവർ കൺസിഡറേഷൻ ഓഫ് ഓൾ ഓപ്ഷൻസ് ഇൻക്ലൂഡിംഗ് അൺയൂഷ്വൽ സൊല്യൂഷൻ, അൺലോക്ക് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് എനേബിൾ ക്വിക്ക് ജനറേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഐഡിയ. ഒരാൾ തീരുമാനമെടുക്കുന്നതിനേക്കാട്ടും ഏറ്റവും നല്ലത് പല ആൾക്കാരുടെയും അവരുടെ കൂടുതൽ അഭിപ്രായങ്ങളും ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ അതിലൂടെ അവർക്ക് എടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, എൻകറേജ്മെൻറ്റ് ഓഫ് കൊളാബറേഷൻ. കൊളാബറേഷൻ ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ആൻ ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ്. ദിസ് അലോ ഫോർ ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് ആൻഡ് എക്സ്പെർട്ടൈസ് ലീഡിങ് ടു മോർ ഇൻഫോംഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് മോർ ക്വിക്ക്ലി. ഇതെല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും ഈക്വലായിട്ടുള്ള എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനിലൂടെയും കൂടുതൽ ഐഡിയാസ് വരികയും ഡിസിഷൻ നന്നായിട്ട് പ്രോപ്പറായിട്ട് അവർക്ക് വേഗത്തിൽ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പ്രൊമോട്ടിംഗ് ഓണർഷിപ്പ് ബൈ ഇൻ ആൻഡ് കൺസെൻസസ്. ആസ് ഓൾ ടീം മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഈക്വലി, ബ്രെയിൻസ്റ്റോമിംഗ് പ്രൊമോട്ട് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. എല്ലാ മെമ്പേഴ്സും ഒരേപോലെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് അവരുടെ എല്ലാ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ എല്ലാ വർക്കുകളിലും അവരുടെ കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിനെ വല്ലാണ്ട് ഉപകരിക്കുന്നു. ഓപ്പൺ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ഐഡിയ ഓഫ് എഗ്രിമെൻറ്റ് ആൻഡ് റീച്ച് എ കോൺസെൻസസ് മോർ ക്വിക്ലി. അതായത് ഒരു ഓപ്പൺ ഡിബേറ്റ്, അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു അഭിപ്രായമാണെങ്കിൽ ചിലപ്പോൾ അതിനെ എതിർത്ത് പറയാൻ വേറൊരാളുണ്ടാവും. അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഡിസ്കഷനിലൂടെ ആരുടെ ഭാഗത്താണോ ഇത് കൂടുതൽ നന്നായി തോന്നുന്നത് അങ്ങനെ ഒരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ സാധിക്കുന്നു. എൻഹാൻസ് എഫിഷ്യൻസി, ഇംപ്രൂവ് ടീം വർക്ക്. ഇംപ്ലിമെൻറ്റിംഗ് ബ്രെയിൻസ്റ്റോമിംഗ് ടെക്നിക് ആൻഡ് യൂട്ടിലൈസിംഗ് ആൻ ഓൺലൈൻ വിഷ്വൽ പ്ലാറ്റ്ഫോം can enhance efficiency, improve teamwork and lead to an accelerated decision making process. അതായത് ഈ ഒരു പ്രോസസ്സിലൂടെ അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും ആ ടീം വർക്ക് മെച്ചപ്പെടുത്താനും ഒരു നല്ല ഡിസിഷൻ മേക്കിങ്ങിലേക്ക് അതെത്താനും സഹായിക്കുന്നു. ബ്രെയിൻസ്റ്റോമിംഗ് പ്രൊമോട്ട് എ മോർ ഇൻക്ലൂസീവ് ആൻഡ് ഈക്വൽ എൻവയോൺമെൻറ്റ്. പീപ്പിൾ വിൽ ബി ഹേർഡ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ സീനിയോറിറ്റി ഓർ ഹൗ എക്സ്ട്രോവേർട്ട് ദേ ആർ വെൻ ഇറ്റ് കം ടു എക്സ്പ്രസിങ് ദെയർ ഒപ്പീനിയൻ. അത് അവരുടെ സീനിയോറിറ്റി ബേസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ അവർ എല്ലാവർക്കും അവരുടേതായ അവസരങ്ങൾ കിട്ടുന്നു ഒരേപോലെ. ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ബയസ് ആൻഡ് ഡോമിനൻസ് ആൻഡ് സേവിങ് ടൈം ആൻഡ് റിസോഴ്സ്. അതായത് പക്ഷാഭേദം കുറയ്ക്കാൻ സാധിക്കുന്നു. അത് ഒരാൾ ഞാൻ പറയണതാണ് ശരി അങ്ങനെ പറയില്ല, അടുത്ത ആൾക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടി അവർ കണക്കിലെടുക്കുന്നു. അതുപോലെ നമുക്ക് സമയം കൺസ്യൂം ചെയ്യാനും സമയം സേവ് ചെയ്യാനും റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. These tools can enable you to generate more idea, avoid repetition, filter irrelevant or impractical ideas, rank or vote on the best one. Share ideas in real time, provide feedback and build on the each other's ideas. അതായത് എല്ലാവർക്കും പരസ്പരം അവരുടെ ഐഡിയാസുമായിട്ട് ഏതാണോ നല്ലത് അത് അവർക്ക് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. കൂടുതൽ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനും റിപ്പീറ്റേഷൻ കുറയ്ക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാനും അതിനെല്ലാം ഇത് സഹായിക്കുന്നു. The brainstorming method involves asking participants to come up with the creative ideas related to a specific decision problem. ഇതിൽ ഈ ഒരു ടീം വർക്കിൽ ഇൻവോൾവ് ആയിരിക്കുന്നവർ അവരുടേതായ ഐഡിയാസ് പുതിയ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം പ്രോപ്പറായിട്ട് അവർ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. It encourages the generation of a wide range of ideas and perspectives as each person involved is invited contribute to their own site and suggestions. ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വയ്ക്കുമ്പോൾ അതെല്ലാം പുതിയ ആശയങ്ങൾ അവിടെ രൂപപ്പെട്ടു വരും. Collaborative process can enhance the quality of decision making by incorporating different perspectives, experiences and expertise. ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള പ്ലസ് പോയിൻറ്റ്സും ഉണ്ടാവും മൈനസ് പോയിൻറ്റ്സും ഉണ്ടാവും. അപ്പോൾ അവരുടേതായ ആ ഒരുമിച്ച് എല്ലാവരും കൂടി വർക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ആശയങ്ങളും അവരുടേതായ എക്സ്പീരിയൻസുകളും എല്ലാം ഒരു നല്ല ഡിസിഷൻ മേക്ക് ചെയ്യാൻ അവർക്ക് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്രെയിൻ സ്റ്റോമിങ്. ഫസ്റ്റ്, ഡിഫിക്കൽട്ട് ടാസ്ക്. മേക്കിംഗ് ഡിസിഷൻ ഗെറ്റ് ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ട്.
ആർഗ്യുമെൻറ്റ്സ് വിൽ അൺഡൗട്ട്ഫുള്ളി കം അപ്പ്. അതായത് ഒരു തീരുമാനമെടുക്കാൻ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. അതായത് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ധാരാളമായിട്ട് ഉണ്ടാവും പല ആളുകളുടെ ഒപ്പീനിയൻസ് നമ്മൾ തേടുമ്പോൾ. സം പീപ്പിൾസ് ആർ മോർ ലെസ് എക്സൈറ്റഡ് അബൌട്ട് ദ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ് ദാൻ അതേഴ്സ്. അതായത് ചില ആളുകൾക്ക് കുറച്ച് അത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, എന്നാൽ മറ്റു ചിലരായിട്ട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും. അഡീഷണലി ഇറ്റ് മേ ആഡ് അഡീഷണൽ മീറ്റിംഗ് ടു ദ റെഗുലർ ജോബ് ഒബ്ലിഗേഷൻ ബട്ട് ട്രൈ നോട്ട് ടു ലൂസ്. എന്നാലും കൂടുതൽ മീറ്റിംഗ് ചിലപ്പോൾ വെക്കേണ്ടി വരാം അതൊരു അഭിപ്രായം ഒരു തീരുമാനത്തിലേക്ക് എടുക്കാനായിട്ട്. പലർക്കും അതിലുള്ള ഹോപ്പ് നഷ്ടപ്പെടാം. അങ്ങനത്തെയൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട്. അടുത്തത് ട്രാൻസ്ഫോം ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ ഇൻ ടു ചാറ്റിക് സ്കാവെഞ്ചർ ഹണ്ട്സ്. അതായത് ക്രമരഹിതമായ, അതായത് പ്രോപ്പർ ആവാത്ത ഒരു കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാം. ഇഫ് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് കെയർഫുൾ, ബ്രെയിൻ സ്റ്റോമിങ് വിത്ത് എ ഗ്രൂപ്പ് ക്യാൻ ലീഡ് ടു ഡിസ്ജോയിൻറ്റ് ഡിസ്കഷൻ ആൻഡ് ഫ്രീ ഫോർ ഓർസ് ദാറ്റ് ഫെയിൽ ടു ജനറേറ്റ് യൂസ്ഫുൾ സജഷൻസ്. അതായത് പ്രോപ്പറായിട്ട് ഒരു മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് അവർക്കത് നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ചെയ്യുന്ന ചർച്ചകളും സക്സസ് ആവില്ല. അതിൽ ഈ പലതരത്തിലുള്ള ആശയങ്ങളൊന്നും അതിൽ നിന്ന് കിട്ടില്ല. ഈ പ്രൊമോട്ട് എക്സസീവ് ഗ്രൂപ്പ് തിങ്ക് ആൻഡ് ലിറ്റിൽ ഒറിജിനൽ തോട്ട്. ഇറ്റ്സ് നൈറ്റ് ടു ബിൽഡ് വൺ ഓഫ് അനദർ ഐഡിയ അൺടിൽ ഇറ്റ്സ് ഈസി. ടീം മൈറ്റ് ഒക്കേഷണലി ഗെറ്റ് ടു സെൻറ്റേർഡ് ഓൺ ദ സിംഗിൾ കൺസെപ്റ്റ് ആൻഡ് ലൂസ് ദർ ഡിഫിക്കൽട്ട് സെൻസ് ക്രിയേറ്റീവ്ലി. അത് ഓരോ ആൾക്കാർക്കും ഓരോരോ അഭിപ്രായങ്ങളുള്ളപ്പോൾ അതിനുള്ള ഒരു പുതുമ അല്ലെങ്കിൽ അത് പുതിയതായിട്ടുള്ള ഒരു ആശയങ്ങൾ അവിടെ കുറയുന്നു. ചില സമയത്ത് ഒരു ടീമിൽ ഒരേ ഒരു വ്യൂ ഉള്ളെങ്കിൽ അത് മാത്രമേ അവർ അതിലെ കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ. ഇറ്റ് പെർമിറ്റ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ടു കൺട്രോൾ ദ ഡിസ്കോഴ്സ്. വൺ ഇൻഡിവിജ്വൽ ഓൾവേസ് ടേക്ക് ചാർജ്, വോയിസ് ദെയർ വ്യൂസ് ആൻഡ് എക്സ്പെക്ട് ദ റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ് ടു ഫോളോ സ്യൂട്ട്. ചില സമയത്ത് ഒരാളത് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുക, അവരുടെ തീരുമാനങ്ങൾ മാത്രം എടുക്കുക, മറ്റുള്ളവരനുസരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ ചിലപ്പോൾ പിന്തുടരേണ്ടി വരും. അതപ്പോൾ അവരുടേതായ ഒരു അഭിപ്രായങ്ങൾക്ക് അവിടെ ഒരു വാല്യൂ ഇല്ലാതാവും. എല്ലാവർക്കും ആ ഒരു അവസരം കിട്ടില്ല. നാച്ചുറലി സം ടീം മെമ്പേഴ്സ് ഹാവ് നോ പ്രോബ്ലം ലെറ്റിംഗ് അതേഴ്സ് കൺട്രോൾ ദ ഡിസ്കോഴ്സ്. മെനി വാണ്ട് ടു റിമെയിൻ അൺനോട്ടീസ്ഡ് ആൻഡ് റിലേ ഓൺ അതർ ടു ഗെറ്റ് മോസ്റ്റ് ഓഫ് ദെയർ ഐഡിയ. വർക്കിംഗ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് എ ടീം pursued as to put up the less effort while working alone. This is referred free riding or social loafing. അതായത് ചില ടീം അംഗങ്ങൾ അവർ ഒഴിഞ്ഞു മാറുകയും മറ്റുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ അനുവദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ ഒരുമിച്ചല്ലാതെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമ്പോഴായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റുക. അതിനെയൊക്കെ ഇത് ബാധിക്കുന്നു. നെക്സ്റ്റ് വൺ, peer pressure occur when other people persuade to act or think a specific way, though it may not be relevant during the brainstorming session. It unfortunately happens frequently. For fear or revenge, people may experience peer pressure to support opinion advanced by those in authority over them. അതായത് മറ്റുള്ളവരെ അനുസരിച്ചിട്ട് ഒരാൾ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാവും അവർ പറയണത് ചെയ്യുമ്പോൾ. അതുകൊണ്ട് അവർ ചിലപ്പോൾ ചിലർ പേടിച്ചിട്ട് അവരുടെ സ്വന്തം ഒപ്പീനിയൻസ് അവർ തുറന്ന് പറയാണ്ടിരിക്കും. അവർക്കല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ അടുത്ത് അവരുടേതായ സജഷനും അഭിപ്രായങ്ങളൊന്നും പറയാൻ അവർ കണക്കാക്കില്ല. Personality variation create problem. In brainstorming session, two types of personalities may be there. Extroverts will not hesitate to share their most disgraceful thought in front of a crowd, but the same cannot be true for quiet introverts. അതായത് നമ്മളിപ്പോൾ ഏതാണെങ്കിലും രണ്ട് തരം വ്യക്തിത്വങ്ങളുണ്ട് നമ്മൾ പറയും. എക്സ്ട്രോവേർട്ട് അല്ലെങ്കിൽ എല്ലാം തുറന്ന് സംസാരിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ വളരെയധികം ശാന്തമായിട്ടിരിക്കുന്നവരുണ്ടാവും. എക്സ്ട്രോവേർട്സ് ഒക്കെ അവർ എന്തും വേണ്ടെങ്കിലും എന്തോ ഒപ്പീനിയൻ ആണെങ്കിലും അവർ തുറന്നു പറയാൻ തയ്യാറാവും. എന്നാൽ ഇൻട്രോവേർട്ട് ആണെങ്കിലോ അവരുടെ ആശയങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ അവർക്ക് ഒരു മടിയോ അല്ലെങ്കിൽ ഒരു ഭയം ഉണ്ടാവും, എങ്ങാനും അത് തെറ്റായി പോവുമോ. അപ്പോൾ അതൊക്കെ ഈ ഒരു ഡിസിഷനെ ബാധിക്കുന്നു.